നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഗാന്ധി ഛായാചിത്രം പോലും കണ്ടാൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന RSSകാരെക്കാളും അന്ധതയുള്ളവരാണ് മലപ്പട്ടത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിന് പിന്നിലെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും സംയുക്തമായി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. അസഹിഷ്ണുതയാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഗാന്ധി നിന്ദയ്ക്കെതിരെ 21-ന് ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സ്റ്റേഡിയം കോർണറിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിജിൻ മോഹനും ഉപവാസ സമരം അനുഷ്ഠിക്കുമെന്നും ഇരുവരും TCCയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗാന്ധി നിന്ദ നടത്തിയവർക്കെതിരെ പ്രതിഷേധിക്കാൻ പോലും അവസരമില്ല എന്നത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്കിടെ CPM പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. തുടർന്ന് യൂത്ത് കോൺഗ്രസുകാരോട് പിരിഞ്ഞുപോകാനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. CPMകാർ അക്രമം കാട്ടുന്നതിന് പോലീസ് ഒത്താശ ചെയ്യുകയാണെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസുകാരെ അവിടെ പ്രതിഷേധ യോഗം ചേർന്നത്. ആ പ്രതിഷേധ യോഗത്തിലേക്ക് കല്ലുകൾ എടുത്ത് എറിഞ്ഞത് നിങ്ങൾ കണ്ടതാണ്. ആ കല്ലെറിയുന്നത്, ആ കല്ല് ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഫോട്ടോ അടക്കം നിങ്ങളൊക്കെ കണ്ടതാണ്. അവിടെ ഫോട്ടോ അടക്കം എവിടെയുണ്ട്. ഷിനോജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇതാ മാരകമായ ആയുധങ്ങൾ ഇരിക്കുന്നു. അതുപോലെ ലോക്കൽ സെക്രട്ടറി സജിത്ത് ഉൾപ്പെടെയുള്ളവരാണ് അന്ന് ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തത്. ഗാന്ധിയുടെ പ്രതിമ തകർത്തിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം പോലും നടത്താൻ വിടില്ല എന്ന് പറയുന്നത് ഇത് എവിടുത്തെ ന്യായമാണ്? ഞങ്ങൾ അതിൽ അവിടെ അതിനുശേഷം ഞങ്ങൾ അവിടെ സ്തൂപം കെട്ടുമെന്ന് പറഞ്ഞു. സ്തൂപത്തിൻ്റെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം നടത്തി, കാര്യങ്ങളെല്ലാം ചെയ്തു. നമ്മൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം അവിടെ രാഹുൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുലിൻ്റെ പദയാത്ര, ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പട്ടത്തേക്ക് പദയാത്ര നടത്തി. ആ പദയാത്രയെ അവരുടെ ഓഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം അഴിച്ചുവിടുന്നു. കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെയുള്ളവ എടുത്തെറിയുന്നു. മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത്. KPCCയുടെ പ്രസിഡന്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള K. സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം അഴിച്ചുവിടുന്നു. ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? എന്നിട്ട് അവർ ഇന്നലെ രാത്രിയിൽ അവർ പറഞ്ഞത് ഞങ്ങളല്ല അക്രമം നടത്തിയത്, അത് യൂത്ത് കോൺഗ്രസ്സുകാരാണ് അക്രമം നടത്തിയതെന്ന് പറയും. ഗാന്ധി സ്തൂപം തകർക്കുകയും യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ വീടിന് നേരെയുണ്ടായ അക്രമത്തെയും തുടർന്ന് സമാധാനപരമായാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയത്. ആ പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലും CPMന്റെ ഭാഗത്തു നിന്നും കിരാതമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ പറഞ്ഞു. ഇതിനെതിരെ മെയ് 21-ന് കലക്ട്രേറ്റിന് മുന്നിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുമെന്നും DCC പ്രസിഡന്റ് അറിയിച്ചു. അധികാരം കൈയാളുന്ന പിണറായി വിജയൻ കേരളത്തിൽ CPMനെ RSSനേക്കാൾ കൂടുതൽ ഗാന്ധി വിരോധം പ്രകടിപ്പിച്ച് മോദിയെയും BJPയെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ ആരോപിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ.